നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. ISL സീസൺ ആരംഭിക്കാൻ ഇതാ വിരലിലെണ്ണാവുന്ന ദിനങ്ങൾ മാത്രം എന്ന് പറഞ്ഞാൽ പോരാ. ഇന്ന് 10-ാം തീയതിയായി. 3 ദിവസം. 15-ാം തീയതിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം വരുന്നത്. എന്തായാലും ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് അവരുടെ ക്യാപ്റ്റനെയും വൈസ് ക്യാപ്റ്റനെയും ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഇന്നലെ പ്രോഗ്രാം കണ്ട എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. നായകൻ അഡ്രിയാൻ ലൂണയുടെ അഭാവത്തിൽ മിലോസ് തിൻസിച്ചിനെ വെച്ചുകൊണ്ടാണ്, ഉപനായകനെ വെച്ചുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് ഇപ്പം എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായിട്ട് തന്നെ അവരുടെ പേജിലൂടെ പറയുന്നു, റെഡി ടു ലീഡ് ദി ചാർജ്. ഈ സീസണിൽ നമ്മളെ മുന്നിൽ നയിക്കാൻ കൂടെയുണ്ട് ഈ നായകന്മാർ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരെ അവതരിപ്പിക്കുന്നു. ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണ ഏതായാലും ഇപ്പോൾ ടീമിനോടൊപ്പമില്ല. അധികം വൈകാതെ അദ്ദേഹം തിരിച്ചെത്തും. അടുത്ത ആഴ്ചയുടെ തുടക്കത്തിൽ അദ്ദേഹം ടീമിനോടൊപ്പം തിരികെ ജോയിൻ ചെയ്യും എന്ന് ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലി അറിയിച്ചിട്ടുണ്ട്. വൈസ് ക്യാപ്റ്റൻ മിലോസ് ഡ്രിൻസിച്ച് എന്തായാലും പോയ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിൽ ശക്തമായിട്ട് നിന്ന താരത്തിൽ ഇത്തവണയും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വലിയ പ്രതീക്ഷയുണ്ട്. അപ്പോൾ ക്യാപ്റ്റൻ ലൂണയും വൈസ് ക്യാപ്റ്റൻ മിലോസ് ഡ്രിൻസിച്ചും രണ്ട് വിദേശ താരങ്ങളെയാണ് ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനുമായിട്ട് ഇത്തവണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ എന്തായാലും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. കാത്തിരിക്കാം ഇത്തവണത്തെ ബ്ലാസ്റ്റേഴ്സിന്റെ മികച്ച പ്രകടനത്തിനായി. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്.